ഗൂഗിളിന്റെ AI സോഫ്റ്റ്വെയർ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം വേർ ആം ഐ നൗ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഉദാഹരണങ്ങൾ: ഇതുപോലെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചോദിക്കാൻ പറ്റും. മലയാളത്തിൽ ചോദിച്ചാൽ മലയാളത്തിൽ തന്നെ നമുക്ക് ഉത്തരവും കിട്ടും. ഇതിൽ എല്ലാ കാര്യങ്ങളും ഒരുവിധം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വേറെ ഒന്നും കൂടെ കാണിച്ചു തരാം. കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണ്? കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി നിർണ്ണയിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരമില്ല. ഇതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഐഫോണിലും അവൈലബിൾ ആണ്, ആൻഡ്രോയിഡ് ഫോണിലും അവൈലബിൾ ആണ്. ഇപ്പം ചില ഫോണുകൾക്ക് മാത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം. ഗൂഗിൾ ജെമിനി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് നമ്മൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇനി ടൈപ്പ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ. ഇനി ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചേഴ്സ് ആണ് ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ കാണാൻ പറ്റും. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് നാദാപുരത്തേക്ക് എങ്ങനെയാണ് പോകുന്നത്? കോഴിക്കോട് നിന്ന് നാദാപുരത്തേക്ക് പോകാൻ ഏറ്റവും നല്ല മാർഗം സ്വകാര്യ വാഹനമാണ്. കോഴിക്കോട് നിന്ന് നാദാപുരത്തേക്ക് പോകാൻ 3 വഴികളുണ്ട്. ഏറ്റവും വേഗമേറിയ വഴി ഏകദേശം 45.8 കിലോമീറ്റർ ദൂരമുള്ളതാണ്. ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ ഏകദേശം 1 മണിക്കൂർ 27 മിനിറ്റ് എടുക്കും. രണ്ടാമത്തെ വഴി ഏകദേശം 45.4 കിലോമീറ്റർ ദൂരമുള്ളതാണ്. ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ ഏകദേശം 1 മണിക്കൂർ 31 മിനിറ്റ് എടുക്കും. മൂന്നാമത്തെ വഴി ഏകദേശം 47. ഖത്തറിലെ ഏറ്റവും ഫേമസ് ആയ മന്തി ഏതാണ്? ഖത്തറിൽ ഏറ്റവും ഫേമസ് ആയ മന്തി ഏതാണെന്ന് പറയാൻ പ്രയാസമാണ്. കാരണം ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഖത്തറിൽ ഏറ്റവും ജനപ്രിയമായ മന്തി വിഭവങ്ങളിൽ ഒന്നാണ് മന്തി റൈസ്. ഇത് ഏകദേശം 12 മണിക്കൂർ വേവിച്ച ചോറാണ്. ഇതുപോലെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിലെ ടെക്സ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് പറയുന്നത് ഒരാളോട് എങ്ങനെയാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് അതുപോലെ തന്നെ അറിയാൻ പറ്റും. വേറൊരു കാര്യം കൂടെ കാണിച്ചാൽ നമ്മൾ പല ഡൗട്ടുകളൊക്കെ ചോദിച്ചു വരാറുണ്ട്. അവർക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്പെടും. ഐഫോണിന്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെ കൂട്ടാം? ഐഫോണിലെ ക്യാമറ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. മുതലാളി ഫോൺ സെറ്റിംഗ്സിൽ പോയി ക്യാമറ റെസൊല്യൂഷൻ ഏറ്റവും ഉയർന്നതാക്കിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ ലെൻസ് വൃത്തിയായി തുടയ്ക്കുകയും ചെയ്യണം. ഫോട്ടോ എടുക്കുമ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇതിപ്പം ഒരുപാട് ഫോണിൽ അവൈലബിൾ ആണ്. ഗൂഗിളിന്റെ AI ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക.